Hi everyone, this is Yabinse from Evika. അങ്ങനെ നമ്മുടെ iOS 17.6ന്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് നമുക്കിവിടെ വന്നിരിക്കുകയാണ്. ഈ ഒരു അപ്ഡേഷൻ നോക്കുമ്പോൾ മനസ്സിലാവും ഫോൺ ബൂട്ടപ്പായി വരും തന്നെ എൻ്റെ ആപ്പിൾ ഐഡിയും അതേപോലെ ഒരു ഹലോ സ്ക്രീനും വന്നിട്ടുണ്ട്. ഈ ഒരു ഹലോ സ്ക്രീൻ എല്ലാ ഡിവൈസിലും വരണമെന്ന് ഒരു നിർബന്ധമില്ല. ചില ഡിവൈസിൽ മാത്രമാണ് ഈ ഒരു ഹലോ സ്ക്രീൻ വരിക. ഇതൊരു ബഗ്ഗോ കാര്യങ്ങളല്ല, ചില ഡിവൈസിൽ മാത്രമാണ് വരിക. സോ ഈ ഒരു അപ്ഡേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ പാസ്വേഡ് അടിച്ച് നമുക്ക് ഓപ്പൺ ചെയ്യാം. തുടക്കം തന്നെ നമ്മുടെ ഈ ഒരു ഡിവൈസിൻ്റെ ബിൽ നമ്പറിന് സ്റ്റാർട്ട് ചെയ്യാം. അതിൽ നേരെ സെറ്റിങ്സിലേക്ക് പോവാം. അവിടെ ജനറൽ നമ്മുടെ എബൌട്ട് സെക്ഷനിൽ പോയി സോഫ്റ്റ് വേർഷൻ ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്കിവിടെ കാണാം iOS 17.6 21G79. ഇതാണ് നമ്മുടെ ഒഫീഷ്യൽ 17.6ൻ്റെ ബിൽ നമ്പർ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു അപ്ഡേഷനിൽ നമുക്ക് പുതിയ മോഡേൺ ഫേമിൻ്റെ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടെക്നിക്കലായ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ഈ ഒരു അപ്ഡേഷനിൽ കുറയാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് ഈ ഒരു അപ്ഡേഷനിൽ വലിയ മാറ്റങ്ങൾ ഒന്നും ആപ്പിൾ കൊണ്ടുവന്നിട്ടില്ല. നമുക്കറിയാവുന്ന പോലെ iOS 17 ഇനി ആപ്പിൾ കുറേയധികം അപ്ഡേഷൻ ആയിരിക്കില്ല പുഷ് ചെയ്യാൻ പോകുന്നത്. കുറേയധികം ബഗ് ഫിക്സസും അതേപോലെ റിഫൈൻമെൻറ്റും ആയിരിക്കും. ഇനി മെയിൻ ഫോക്കസ് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ iOS 18-ലായിരിക്കും. എന്നാലും ആപ്പിൾ ഈ ഒരു അപ്ഡേഷനിൽ കുറച്ചധികം ട്വീക്കിങ്ങും അതേപോലെ വേർഡിങ് ചേഞ്ചസും കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്നാമത്തെ മാറ്റം നമ്മുടെ ഫൈൻഡ് മൈയിലാണ്. ഫൈൻഡ് മൈ എടുത്തതിന് ശേഷം ഈ ഒരു ഡിവൈസ് എൻ്റെ ആപ്പിൾ ഐ ഡിയിൽ നിന്ന് ഞാൻ റിമൂവ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ പറഞ്ഞ ഡിവൈസ് റിക്കവറി മോഡിലേക്ക് പോകുന്നതായിരിക്കും. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ഞാൻ ജസ്റ്റ് റിമൂവ് ദിസ് ഡിവൈസിന് കൊടുത്തു. ഇവിടെ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് കനോട്ട് റിമൂവ് ദിസ് ഡിവൈസ് എന്നുകൊണ്ടുണ്ട്. പക്ഷേ നമുക്ക് റിപ്പയർ അല്ലെങ്കിൽ ട്രേഡിംഗ് ഓപ്ഷനിലേക്കാണ് ആപ്പിൾ ഇനി മുതൽ ഈ പറഞ്ഞ ഫോൺ കൊണ്ടുപോകാൻ പോകുന്നത്. ആ ഒരു മാറ്റം ഈ പറഞ്ഞ iOS 17.6ൽ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ പറഞ്ഞ ആപ്പിൾ ന്യൂസ് യൂസ് ചെയ്യുന്ന കൂട്ടുകാർക്ക് ആപ്പിൾ ന്യൂസിലും കുറച്ചധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ഇനി മുതൽ ആപ്പിൾ ന്യൂസിൽ ഓട്ടോമാറ്റിക്കലി ഈ പറഞ്ഞ ന്യൂസും അതേപോലെ തന്നെ പസിൽസും ഡൗൺലോഡ് ആവുന്നതാണ്. ഇന്ത്യയിൽ നമുക്ക് ആപ്പിൾ ന്യൂസ് അവൈലബിൾ അല്ല. അതുകൊണ്ട് അവൈലബിൾ ആയ കൺട്രിയിൽ മാത്രമാണ് ഈ പറഞ്ഞ ആപ്പിൾ ന്യൂസിൻ്റെ അപ്ഡേഷൻ നമുക്ക് ലഭിക്കുക. പിന്നീട് വന്ന മാറ്റം നമ്മുടെ ഫോട്ടോസിൽ ആപ്പിൽ വന്ന ചെറിയൊരു വേർഡിങ് മാറ്റമാണ്. ജസ്റ്റ് ഈ പറഞ്ഞ ഫോട്ടോസ് ആപ്പ് എടുക്കാം. അതിനുശേഷം റീസെൻ്റ്ലി ഡിലീറ്റ് ചെയ്തിട്ട് പോയി കണ്ടിട്ട് ഈ ഒരു ഫോട്ടോ ഞാൻ ഡിലീറ്റ് ചെയ്യാൻ നോക്കുകയാണ്. ഇവിടെ ഒരു വേർഡിങ്സ് വന്നിട്ടുണ്ട്. ദിസ് വിൽ ഡിലീറ്റ് ദ സെലക്റ്റഡ് ഫോട്ടോ ഫ്രം iCloud ആൻഡ് കണക്റ്റഡ് ഡിവൈസ് എന്ന്. ഈ ഒരു വേർഡിങ്ങിൻ്റെ മാറ്റവും ഈ പറഞ്ഞ iOS 17.6ൽ വന്ന ചെറിയൊരു ചേഞ്ചാണ്. ഇതേപോലെ ത്രൂ ഔട്ട് നമ്മുടെ OSൽ കുറച്ചധികം വേർഡിങ്സിൻ്റെ മാറ്റം മാത്രമാണ് ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ പറഞ്ഞ സെപ്റ്റംബറിൽ iOS 18 റിലീസ് ചെയ്യുമ്പോഴാണ് ആ ഒരു ലീപ് ജമ്പ് ഇനി നമ്മുടെ കൂട്ടുകാർക്ക് ഫീൽ ചെയ്യുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ iOS 18ൻ്റെ ബീറ്റ യൂസ് ചെയ്യണമെന്നാണെങ്കിൽ ഇപ്പോൾ ആ ഒരു ബീറ്റ ഇപ്പോൾ അവൈലബിൾ ആണ്. നിങ്ങൾക്കത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം, അതേപോലെ തന്നെ എന്തൊക്കെ പ്രിക്കോഷൻസാണ് എടുക്കേണ്ടതെന്ന് നമ്മൾ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് കാണാൻ പറ്റുന്നതാണ്. അതേപോലെ ഇനി iOS 17.6ൽ വന്ന ബഗ് ഫിക്സസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഏറ്റവും വലിയൊരു ബഗ് ഫിക്സ് വന്നത് നമ്മുടെ സ്റ്റോറേജിൻ്റെ ആ ഒരു ഇഷ്യൂ ആണ്. കാരണം കുറേയധികം കൂട്ടുകാർക്ക് ഈ പറഞ്ഞ സ്റ്റോറേജിൻ്റെ ബാക്കി കാര്യങ്ങൾ കറക്റ്റായിട്ടായിരുന്നില്ല കാണിച്ചത്. സ്റ്റോറേജ് പല ടൈമിലും പല വേരിയേഷൻ സൈസിലായിരുന്നു കാണിച്ചത്. നമ്മുടെ ഡിവൈസ് അത്രമാത്രം സ്റ്റോറേജ് എടുക്കുന്നില്ല എന്ന് നമുക്കൊരു അസംഷൻ ഉണ്ടാവും. അതുപോലും മനസ്സിലാക്കാൻ പറ്റാതെയാണ് സ്റ്റോറേജ് ഫുള്ളായിക്കൊണ്ട് വെച്ചത്. ആ ഒരു ബഗ് ആപ്പിൾ റിസോൾവ് ചെയ്തിട്ടുണ്ട്. അതേപോലെ പിന്നീട് വന്നൊരു ബഗ് ഫിക്സാണ് നമ്മുടെ അലാറം ബഗ് എന്ന് പറയുന്നത്. അലാറം ബഗ്ഗിലും നമുക്ക് ഈ പറയുന്ന ആ ഒരു ഫിക്സ് വന്നിട്ടുണ്ട്. കാരണം സെറ്റ് ചെയ്യുന്ന അലാറം നമുക്ക് കറക്റ്റ് ടൈമിൽ അടിക്കുന്നില്ല. അതേപോലെ ഫോൺ എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി സൈലൻ്റ് ആയി പോകുന്നു. അങ്ങനെ കുറച്ചധികം ബഗ്ഗുകൾ ഈ ഒരു അലാറം ബഗ്ഗിനുണ്ടായിരുന്നു. അതും ആപ്പിൾ ഈ പറഞ്ഞ iOS 17.6ൽ മാറ്റിയിട്ടുണ്ട്. ഈ ഒരു അപ്ഡേഷൻ്റെ കൂടെ തന്നെ നമുക്ക് സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് ആപ്പിൾ റിലീസ് ചെയ്യാറുണ്ട്. പക്ഷേ ചില സമയത്ത് ഈ പറഞ്ഞ സെക്യൂരിറ്റി അപ്ഡേറ്റ് കുറച്ച് നേരം ഡിലേ ആവാറുണ്ട്. എന്തായാലും ഈ പറഞ്ഞ സെക്യൂരിറ്റി അപ്ഡേറ്റിൻ്റെ ലിങ്ക് ഞാൻ തൊട്ട് താഴത്ത് കൊടുത്തേക്കാം. നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ സെക്യൂരിറ്റി അപ്ഡേറ്റ് ആണ് ഈ പറഞ്ഞ iOS 17.6ൽ വന്നതെന്ന് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇനി പെർഫോമൻസിൻ്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ എനിക്ക് നല്ല സ്മൂത്തായിട്ട് തന്നെയാണ് ഈ ഒരു ഡിവൈസ് ഫീൽ ചെയ്യുന്നത്. ക്ലട്ടറിങ്ങോ ബാക്കി കാര്യങ്ങളോ ആസ് ഓഫ് നൗ ഇനീഷ്യൽ ഇംപ്രഷനായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇപ്പോൾ ഈ ക്യാമറ ആപ്പ് എടുക്കാം, അത്യാവശ്യം ഫാസ്റ്റായിട്ടാണ് ലോഡായിരിക്കുന്നത്. ഇനി ഈ ഒരു മ്യൂസിക് ആപ്ലിക്കേഷൻ എടുക്കാം, അതും അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ട് ലോഞ്ചറുണ്ട്. ഇനി ഈ ഒരു നോട്ട്സ് ആപ്പ് എടുക്കാം,
നോട്ട്സ് ആപ്പും അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ട് തന്നെയാണ് എനിക്ക് ലോഞ്ച് ആയിരിക്കുന്നത്. എല്ലാ പ്രോഗ്രാമും കറക്റ്റായിട്ട് ലോഞ്ച് ആവുന്നുണ്ട്. ആ ഒരു ക്ലട്ടറിങ്ങോ അതേപോലെ ലാഗോ ഈ പറഞ്ഞ ആപ്പ് ലോഞ്ചിങ്ങിനോ ബാക്കി കാര്യങ്ങളോ ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ നമുക്കൊരു ഇൻഡെപ്ത് ഫീഡ്ബാക്ക് ലഭിക്കണമെങ്കിൽ ഒരു 3-4 ദിവസം തറവായിട്ട് യൂസ് ചെയ്തതാണ് ഈ പറഞ്ഞ iOS 17.6ൻ്റെ പെർഫോമൻസ് നമുക്ക് വിലയിരുത്താൻ പറ്റുള്ളൂ. സോ ഇതൊക്കെയാണ് നമ്മുടെ iOS 17.6ൻ്റെ ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് വരുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേപോലുള്ള അപ്ഡേഷൻസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാനും മനസ്സിലാക്കാനും നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്യേണ്ടതാണ്. ആൻഡ് നമുക്ക് ഇൻസ്റ്റാഗ്രാം വഴിയും അപ്ഡേഷൻസ് വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാം ലിങ്കും ഞാൻ തൊട്ട് കൊടുത്തേക്കാം. Go follow me in Instagram too. And thank you so much for watching this whole video. This is Jebin Xavier signing from Evica.